നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ജി സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ആന്റണി പെരുമ്പാവൂർ. ഫിലിം ചേംബറിന്റെ നോട്ടീസിന് പിന്നാലെയാണ് പോസ്റ്റ് പിൻവലിച്ചത്. അതേസമയം പോസ്റ്റ് പിൻവലിച്ചതിൽ സന്തോഷമെന്ന് ജി സുരേഷ് കുമാർ പ്രതികരിച്ചു. ആന്റണി പെരുമ്പാവൂരുമായുള്ള സൗഹൃദം തുടരുമെന്നും ജി സുരേഷ് കുമാർ ജനം ടിവിയോട് പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, തർക്കം തീരുകയാണ്? ദേവിക, ഈ ഒരു പ്രശ്നത്തിന്, അതായത് സിനിമാ മേഖലയിലെ വലിയ ഒരു തർക്കങ്ങൾ ചർച്ചകൾക്കെല്ലാം വഴിവെച്ച ഒരു വിഷയത്തിന് പ്രശ്ന പരിഹാരമാവുകയാണ്. അവിടെ ജി സുരേഷ് കുമാറിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ്, ഒപ്പം തന്നെ ഫിലിം ചേംബറിന്റെ പ്രധാന ഭാരവാഹിത്വങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ജി സുരേഷ് കുമാർ സിനിമാ മേഖലയുടെ നന്മയെ കരുതി മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതിനെതിരെ രംഗത്ത് വരികയായിരുന്നു ആന്റണി പെരുമ്പാവൂർ ചെയ്തത്. അത് വലിയ വിമർശനത്തിന്, സിനിമാ രംഗത്ത് നിന്ന് തന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കി. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദമായ പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ പിൻവലിക്കണമെന്ന ആവശ്യമുയർന്നു. ഇക്കാര്യം ഉയർത്തിക്കൊണ്ട് ഫിലിം ചേംബർ കത്ത് നൽകുകയും ചെയ്തു. ഒരാഴ്ചത്തെ സമയം നൽകിക്കൊണ്ട് കത്ത് നൽകി. അങ്ങനെ ആ കത്ത് നൽകിയും അത്തരത്തിൽ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നീങ്ങുന്നതിനിടയിലാണ് ആന്റണി പെരുമ്പാവൂർ ആ പോസ്റ്റ്, വിവാദമായ പോസ്റ്റ് പിൻവലിച്ച് നിരുപാധികം പോസ്റ്റ് പിൻവലിക്കണമെന്നൊരു ആവശ്യം തന്നെയായിരുന്നു പ്രധാനമായും ഫിലിം ചേംബർ മുന്നോട്ട് വെച്ചത്. അതനുസരിച്ച് തന്നെയാണ് ഈ ഒരു പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഫിലിം ചേംബർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയ ഒരു നിലപാട് എന്ന് പറയുന്നത്, തങ്ങളുടെ ഫിലിം ഇക്കാര്യത്തിൽ ജി സുരേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സിനിമാ മേഖലയ്ക്ക് വേണ്ട അഭിപ്രായങ്ങളാണ്, സിനിമാ മേഖലയെ തകർക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ജി സുരേഷ് കുമാർ ചെയ്തത്. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം സിനിമാ രംഗത്തുള്ള കാര്യങ്ങൾ ഉയർത്തിയപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് ശരിയായ നിലപാടല്ല, ശരിയായ നടപടിയല്ല, അത് പിൻവലിക്കണമെന്നായിരുന്നു പ്രധാനമായ ആവശ്യം. അത് മാത്രമല്ല, ഫിലിം ചേംബറിന്റെ ഭാരവാഹികൾ, ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ചർച്ചകൾ നടത്തിയിരുന്നു ആന്റണി പെരുമ്പാവൂരുമായി. ആ ചർച്ചകളുടെ ഒരു അവസാനം കൂടിയാണ് ഇത്തരത്തിൽ ആ പോസ്റ്റ് പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് ആന്റണി പെരുമ്പാവൂരിനെ ഒടുവിൽ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങൾ അതേ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. നേരത്തെ ഒരു സൂചനാ പണിമുടക്കടക്കം പ്രഖ്യാപിച്ചിരുന്നു. സർക്കാരിന്റെ പല നയങ്ങളും സിനിമാ മേഖലയെ തകർക്കുന്നത് ആണ് എന്ന വിമർശനം നേരത്തെ ഫിലിം ചേംബർ യോഗത്തിൽ ഉയർന്നു. അതിൽ തിയേറ്റർ ഉടമകളുടെ സംഘടന തന്നെ തങ്ങളെ പിഴിയുകയാണ് സർക്കാർ എന്ന ഒരു ആരോപണം ശക്തമായി ഉയർത്തിയിരുന്നു. വിനോദ നികുതിയുടെ കാര്യത്തിലടക്കം കാര്യം ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ചർച്ചകൾ, പ്രീ ബഡ്ജറ്റ് ചർച്ചകൾ വേണമെന്നെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ അതിന് പോലും തയ്യാറാകാതെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ, ഏകപക്ഷീയമായ നികുതികളെല്ലാം അടിച്ചേൽപ്പിച്ചു എന്നൊരു കാര്യം തന്നെയായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചത്. ആ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. മാത്രമല്ല, താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടും വലിയ പ്രതിഫലം താരങ്ങൾ വാങ്ങുന്നു. സിനിമാ മേഖലയെ തകർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ താരങ്ങളുടെ പ്രതിഫലമാണ് എന്നായിരുന്നു ജി സുരേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നതും അത് തന്നെയാണ്. സിനിമാ മേഖലയിൽ നിർമ്മാതാക്കൾക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിലേക്ക് മാറുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് താരങ്ങൾ വലിയ പ്രതിഫലം വാങ്ങുന്നതാണ്. എല്ലാ മേഖലയിലും വലിയ ചെലവുകൾ വർദ്ധിക്കുന്നു. എന്നാൽ സിനിമ അതിനനുസരിച്ച് കളക്ഷൻ കിട്ടാതെ പോകുന്നതോടുകൂടി തന്നെ നിർമ്മാതാക്കൾ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന സ്ഥിതി വരുന്നു. അതുകൊണ്ട് താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. പ്രതിഫലം കുറയ്ക്കണമെന്ന ആവശ്യത്തിൽ തന്നെ ഫിലിം ചേംബർ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. അതിലൊരു പ്രശ്നത്തിന് മാത്രമാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. എന്നാൽ മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾക്ക് ഇതോടുകൂടി വഴി തുറന്നിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അമ്മയും ഫിലിം ചേംബറും ഒപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മാത്രമല്ല വിതരണക്കാരുടെ സംഘടനകൾ അടക്കമുള്ള തിയേറ്റർ ഉടമകളുടെ സംഘടനകൾ അടക്കം പരസ്പരം ചർച്ചകൾ നടക്കും. നേരത്തെ തന്നെ ഫിലിം ചേംബർ വ്യക്തമാക്കിയത് അഫിലിയേറ്റഡ് സംഘടനകളുടെ എല്ലാം കൂട്ടായ്മയിൽ ഒരു തീരുമാനമെടുക്കും, അവരെല്ലാം ഉൾപ്പെടുത്തിയുള്ള തീരുമാനമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക എന്ന കാര്യം നേരത്തെ തന്നെ ഫിലിം ചേംബർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, ശരി ജിജീഷ്. ഏതായാലും ജി സുരേഷ് കുമാറിന്റെ പ്രതികരണത്തിലേക്ക് കൂടി. അല്ല, എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ആന്റണി അത് മനസ്സിലാക്കി അത് പിൻവലിച്ചതിൽ വളരെ സന്തോഷം. നമ്മൾ ഇതിൻ്റെ അകത്ത് പലരും പല സ്ഥലത്തും പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പല ഇതിൽ, അതായത് നമ്മളൊരു സമരം തീരുമാനിച്ചു, ആ സമരം തീരുമാനിച്ച ആർക്കും എതിരല്ല, പലരും ഇത് തെറ്റിദ്ധരിച്ചാണ് ഇവിടെ ഈ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. പല വ്യാഖ്യാനങ്ങളാണ് അതിന് വേണ്ടിയിട്ട് വന്നത്. സമരം നമ്മൾ ഗവൺമെന്റിനെതിരെയാണ്. അത് നമ്മൾ ജൂൺ 1 മുതലാണ്. അതിനു മുമ്പ് നമ്മളൊരു സൂചനാ പണിമുടക്ക് നടത്തുന്നുണ്ട്. ആ ഒരു ദിവസം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അത് ചേംബർ ഡിസൈഡ് ചെയ്തിട്ട് അടുത്ത ആഴ്ചയേക്കാനും നമ്മൾ തീരുമാനിക്കും. അതൊരു ദിവസത്തേക്കാണ് ഒരു സൂചനാ പണിമുടക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മയായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളും നമ്മൾ ആലോചിച്ചിട്ട് മുമ്പോട്ട് പോകും.
നമ്മളിത് വളരെ നല്ല രീതിയിൽ കാണുമ്പോൾ പല ആൾക്കാരും അത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മൾ മലയാള സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ടും ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്.